Once again, all of you welcome. Today we go through the computation of capital gain in case of transfer of an asset on which depreciation is computed on the basis of written down value method. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, if you are computing capital gain on the transfer of an asset on which depreciation is charged on the basis of written down value method, the capital gain will always be short term. If there is loss, that will be short term capital loss. മനസ്സിലായല്ലോ? അപ്പോൾ നിങ്ങൾ റിട്ടൺ ഡൗൺ വാല്യൂ ബേസ് ചെയ്തിട്ടാണ് ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ട് ചെയ്യുന്നത് എങ്കിൽ ഡെഫിനറ്റ്ലി ഗെയിൻ അല്ലെങ്കിൽ ലോസ് ഓൺ ദി ട്രാൻസ്ഫർ ഓഫ് ദാറ്റ് അസെറ്റ് വിൽ ബി ഷോർട്ട് ടേം. അപ്പോൾ ഏതൊക്കെ അസറ്റിനാണ് നമ്മൾ റിട്ടൺ ഡൗൺ വാല്യൂ മെത്തേഡ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഏതിനൊക്കെയാണ് നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൽ ചാർജ് ചെയ്യുക എന്നുള്ളത് ഒക്കെ നിങ്ങൾക്ക് അറിയാം. ആസ് പെർ ദി പ്രൊവിഷൻസ് ഓഫ് ദി ഇൻകം ടാക്സ് ആക്ട്, ഇൻ കേസ് ഓഫ് എ ബിസിനസ് ആൻഡ് ഓൾ, normally the power generating companies and related businesses are allowed to charge depreciation on straight line method. For all other assets we are computing depreciation on written down value method. അവിടെ നമ്മൾ ബ്ലോക്ക് ഓഫ് അസറ്റ്, ഇപ്പോൾ നിങ്ങൾക്ക് ഒരു 3-4 ബിൽഡിങ്സ് ഉണ്ടെങ്കിൽ അതൊരു ബ്ലോക്കാണ്. ആ ബ്ലോക്കിന് മൊത്തമായിട്ടാണ് ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുക, അല്ലാതെ ഒരു ബിൽഡിങ്ങിന് വേറൊരു റേറ്റ് അങ്ങനെയല്ല. ഫോർ ദാറ്റ് എൻറ്റയർ ബ്ലോക്ക് ഓഫ് അസറ്റ് വി ആർ ചാർജിങ് ഡിപ്രിസിയേഷൻ. അപ്പോൾ റിട്ടൺ ഡൗൺ വാല്യൂ മെത്തേഡാണ് നിങ്ങൾ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് എങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഗെയിൻ അല്ലെങ്കിൽ ലോസ് എപ്പോഴും എന്തായിരിക്കും? ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിരിക്കും. അപ്പോൾ ഇവിടെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറയുന്നത് നമ്മൾ പർച്ചേസ് ചെയ്ത അസറ്റിൻ്റെ പ്രൈസ് അല്ല കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. എന്താണ് പിന്നെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറയുന്നത്? കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് നമ്മളുടെ പ്രീവിയസ് ഇയറിൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ കിട്ടുന്ന ഗെയിൻ അല്ലെങ്കിൽ ലോസിനാണ്. എന്ന് വെച്ചാൽ നമ്മുടെ പ്രീവിയസ് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് 1st April 2019 ആൻഡ് എൻഡിങ് ഓൺ 31st March 2020. അതായത് 1920 ഈസ് അവർ പ്രീവിയസ് ഇയർ അല്ലേ. 1st April 2019 ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ഡേ ഓഫ് അവർ പ്രീവിയസ് ഇയർ. അന്ന് ആ ബ്ലോക്കിന് അല്ലെങ്കിൽ ആ അസറ്റിന് എന്താണ് റിട്ടൺ ഡൗൺ വാല്യൂ ആസ് പെർ അവർ ബുക്സ്, അതാണ് അതിൻ്റെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. ഇനി അതിൻ്റെ കൂടെ നിങ്ങൾ പുതുതായിട്ടൊരു ബിൽഡിങ്ങും കൂടെ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും കൂടെ നമ്മൾ ഈ റിട്ടൺ ഡൗൺ വാല്യൂ ഓൺ ദ ഫസ്റ്റ് ഡേ ഓഫ് April of 2019 പ്ലസ് ദ പർച്ചേസ് ഓഫ് ന്യൂ അസറ്റ് ഇൻ ദ സെയിം ബ്ലോക്ക്, അതും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടോട്ടലാണ് എന്ത്? കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഓഫ് ദാറ്റ് അസറ്റ്. മനസ്സിലായോ? അപ്പോൾ പർച്ചേസ് ചെയ്ത പ്രൈസ് അല്ല കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. നിങ്ങൾ റിട്ടൺ ഡൗൺ വാല്യൂ മെത്തേഡിൽ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുന്ന അസറ്റ് ആണ് എങ്കിൽ നമ്മൾ അസറ്റിൻ്റെ റിട്ടൺ ഡൗൺ വാല്യൂ ഓൺ ദ ഫസ്റ്റ് ഡേ ഓഫ് April 2019 പ്ലസ് ദ പർച്ചേസ് ഓഫ് അസറ്റ് ഇഫ് എനി, അതിനെ നമ്മൾ ഈ രണ്ടും കൂടെ ആഡ് ചെയ്തതിനെ നമ്മൾ എന്തായിട്ട് കമ്പയർ ചെയ്യണം? സെയിൽസ് പ്രൊസീഡ്സ് ആയിട്ട്, നെറ്റ് സെയിൽസ് പ്രൊസീഡ്സ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇഫ് ദ നെറ്റ് സെയിൽസ് പ്രൊസീഡ്സ്, അപ്പോൾ നെറ്റ് കൺസിഡറേഷൻ അതായത് നെറ്റ് സെയിൽസ് പ്രൊസീഡ്സ് ഇപ്പോൾ നമ്മൾ ഡിസൈഡ് ചെയ്ത വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നെറ്റ് പ്രൊസീഡ്സ് കൂടുതലാണെങ്കിൽ അത് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ്, കുറവാണെങ്കിൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് ആണ്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ ഞാൻ നെറ്റ് കൺസിഡറേഷൻ, ഇപ്പോൾ നമ്മൾ ഡിസൈഡ് ചെയ്ത അസറ്റിൻ്റെ വാല്യൂ ഉണ്ടല്ലോ, കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറയുന്നത് റിട്ടൺ ഡൗൺ വാല്യൂ ഓൺ 1st April 2019 പ്ലസ് അഡീഷണൽ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തതാണ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. അതും നമ്മൾ കമ്പയർ ചെയ്യുന്നത് നെറ്റ് കൺസിഡറേഷൻ ആയിട്ടാണ്. നെറ്റ് കൺസിഡറേഷൻ കൂടുതലാണെങ്കിൽ, അതായത് നെറ്റ് സെയിൽസ് പ്രൊസീഡ്സ് കൂടുതലാണ് എങ്കിൽ ആ കൂടുതൽ എക്സസ് ഉള്ള എമൗണ്ട് ആണ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ. ആ ബ്ലോക്ക് കംപ്ലീറ്റ് അസറ്റ് നമ്മൾ സെല്ല് ചെയ്യുകയാണെങ്കിൽ നെറ്റ് കൺസിഡറേഷൻ, നെറ്റ് സെയിൽസ് പ്രൊസീഡ്സ് കുറവാണ് എങ്കിൽ അതാണെന്ത്? ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ്. ഇനി കംപ്ലീറ്റ് ബ്ലോക്ക് നമ്മൾ സെല്ല് ചെയ്യുന്നില്ല. ഇഫ് ദ നെറ്റ് കൺസിഡറേഷൻ ഓഫ് ആൻ അസറ്റ് ഔട്ട് ഓഫ് ദ ബ്ലോക്ക് ഈസ് ലെസ് ദാൻ ദ ബാലൻസ് ആസ് വി ഡിസൈഡഡ് നൗ, ദർ വിൽ ബി നോ ക്യാപിറ്റൽ ഗെയിൻ. അപ്പോൾ ഇവിടെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് എന്ന് പറഞ്ഞത് കംപ്ലീറ്റ് ബ്ലോക്ക് നമ്മൾ സെല്ല് ചെയ്യുമ്പോൾ നെറ്റ് കൺസിഡറേഷൻ കുറവാണെങ്കിൽ നമ്മൾ അതിനെ പറയുന്നതാണ്
short term capital loss. Anyway, if you are charging depreciation on written down value method for an asset, and if you are transferring that asset, and the gain or loss on the transfer of that asset will always be short term. ഇനി നിങ്ങൾ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിലാണ് ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുന്നത് എങ്കിൽ അവിടെ ലോങ് ടേം അല്ലെങ്കിൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആവാം. ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പീരിയഡ് ഓഫ് ഹോൾഡിംഗ് ഓഫ് ദി അസറ്റ്. ഇഫ് ദ അസറ്റ് ഈസ് എ ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ്, ദാറ്റ് വിൽ ബി എ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഓർ ലോസ്. ഫോർ ദാറ്റ് യു ഹാവ് ടു ഇൻഡെക്സ് ദ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആൻഡ് എവറിത്തിങ്. അവിടെ നമ്മൾ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറഞ്ഞാൽ പർച്ചേസ് പ്രൈസ് അല്ല, പക്ഷേ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ദാറ്റ് വി ഹാവ് ടു അഡ്ജസ്റ്റ് വിത്ത് ദി ടെർമിനൽ ഡിപ്രിസിയേഷൻ ഓർ ബാലൻസിങ് ചാർജ്. അത് കുറച്ചും കൂടെ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കോംപ്ലിക്കേറ്റഡ് കാൽക്കുലേഷനാണ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഇൻ കേസ് ഓഫ് ആൻ അസറ്റ് ഓൺ വിച്ച് ഡിപ്രിസിയേഷൻ ഈസ് കമ്പ്യൂട്ടഡ് ഓൺ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് റിട്ടൺ ഡൗൺ വാല്യൂ മെത്തേഡാണ് ചാർജ് ചെയ്യുന്ന ഡിപ്രിസിയേഷനെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻ എപ്പോഴും ഷോർട്ട് ടേം ആയിരിക്കും. അല്ല നിങ്ങൾ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡാണ് എങ്കിൽ ക്യാപിറ്റൽ ഗെയിന് ലോങ് ടേം ആകാം അല്ലെങ്കിൽ ഷോർട്ട് ടേം ആകാം. എത്രയാണ് അസറ്റ് നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നത് എന്നുള്ളതിനനുസരിച്ചിരിക്കും. അസറ്റ് ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ആണെങ്കിൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ അല്ലെങ്കിൽ ലോസ് ആയിരിക്കും. അവിടെ ഇൻഡെക്സേഷൻ കാര്യങ്ങളൊക്കെ വരും. രണ്ട് കേസിലും കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറയുന്നത് നമ്മളുടെ പർച്ചേസ് പ്രൈസ് അല്ല. അതാണ് ഇതിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ റിട്ടൺ ഡൗൺ വാല്യൂ മെത്തേഡാണ് ചാർജ് ചെയ്യുന്നതെങ്കിൽ 1st April ഓഫ് ദ പ്രീവിയസ് ഇയർ. അപ്പോൾ നമ്മുടെ 2019 അതിൻ്റെ റിട്ടൺ ഡൗൺ വാല്യൂ പ്ലസ് ഇഫ് എനി പർച്ചേസ്, അത് രണ്ടും കൂടെ ആഡ് ചെയ്തതാണ് കോസ്റ്റ് ഓഫ് അക്വിസിഷനായിട്ട് ട്രീറ്റ് ചെയ്യുക. അതാണ് നമ്മൾ നെറ്റ് സെയിൽസ് പ്രൊസീഡ്സ് ആയിട്ട് കമ്പയർ ചെയ്ത് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണോ അല്ലേ എന്നുള്ളത് തീരുമാനിക്കേണ്ടത്. ഓക്കെ, അത് ഇത്രയും ക്ലിയർ ആയല്ലോ. ഇനി സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിലാണ് നിങ്ങൾ കമ്പ്യൂട്ട് ചെയ്യുന്നതെങ്കിൽ അവിടെയും കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് പർച്ചേസ് അല്ല. അവിടെ നിങ്ങൾ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടി ബാലൻസിങ് ചാർജ്, ടെർമിനൽ ഡിപ്രിസിയേഷനൊക്കെ കമ്പ്യൂട്ട് ചെയ്തിട്ട് വേണം കോസ്റ്റ് ഓഫ് അക്വിസിഷൻ കമ്പ്യൂട്ട് ചെയ്യാൻ. അപ്പോൾ അത് ദാറ്റ് വി വിൽ ഡിസ്കസ് in our next class, I think. So today we are having a very simple question. Here is your question. The written down value of a factory building on 1st April 2019 is rupees 3,25,000. A new factory building was acquired on 1st August 2019 at a cost of rupees 3 lakhs. In December 2019, all the buildings are sold for 6 lakhs. Compute capital gain. So here we are charging depreciation on written down value method. So the capital gain or loss will be short term. ഇപ്പോൾ എൻ്റെ അസറ്റ് ബ്ലോക്ക് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഡിസംബറിൽ സെല് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആദ്യം കമ്പ്യൂട്ട് ചെയ്യേണ്ടത് 1st April 2019 വാട്ട് ഈസ് ദ റിട്ടൺ ഡൗൺ വാല്യൂ ഓഫ് ദാറ്റ് ഫാക്ടറി ബിൽഡിംഗ്. ആ ബ്ലോക്ക് ഓഫ് അസറ്റിൻ്റെ 2019 1st Aprilൻ്റെ റിട്ടൺ ഡൗൺ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യേണ്ടതുണ്ട്. പക്ഷേ ഇവിടെ ക്വസ്റ്റ്യനിൽ അത് തന്നതുകൊണ്ട് തന്നെ നമ്മൾ വീണ്ടും കമ്പ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ന്യൂ പർച്ചേസ്, ന്യൂ ഫാക്ടറി ബിൽഡിംഗ് അക്വയർ ചെയ്തത് നമ്മുടെ പ്രീവിയസ് ഇയർ തുടങ്ങിയിട്ടാണ് അല്ലേ, August 1st അല്ലേ, 3 lakhs rupeesന്. അപ്പോൾ അതും കൂടെ ആ റിട്ടൺ ഡൗൺ വാല്യൂവിൻ്റെ കൂടെ ആഡ് ചെയ്യും. 1st April 2019 ഉള്ള റിട്ടൺ ഡൗൺ വാല്യൂ പ്ലസ് ദ പർച്ചേസ് ഡ്യൂറിങ് അവർ പ്രീവിയസ് ഇയർ 3 lakhs. ഇപ്പോൾ 6,25,000 ഈസ് ദ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഇൻ ദിസ് കേസ്. അപ്പോൾ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുക എന്നുള്ളത് മനസ്സിലായല്ലോ. ഇനി ഈ കോസ്റ്റ് ഓഫ് അക്വിസിഷനാണ് നമ്മൾ സെയിൽസ് പ്രൊസീഡ്സ് ആയിട്ട് കമ്പയർ ചെയ്യേണ്ടത്. അവിടെ സെല്ലിംഗ് എക്സ്പെൻസസ് ഒന്നുമില്ല. 6 lakhs നിങ്ങൾക്ക് എന്താണ് സെയിൽസ് പ്രൊസീഡ്സ് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറയുന്നത് 3,25,000 പ്ലസ് 3 lakhs 6,25,000 ആണ്. കോസ്റ്റ് ഓഫ് അക്വിസിഷൻ 6,25,000, സെയിൽസ് പ്രൊസീഡ്സ് 6 lakh എന്ന് പറയുമ്പോൾ യു ആർ ഹാവിങ് എ ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ്. ഷോർട്ട് ടേം ആണെന്നുള്ളത് ഉറപ്പാണ്. എൻ്റയർ ബ്ലോക്ക് സെല്ല് ചെയ്യുമ്പോഴാണ് എന്ത് വരുള്ളൂ, ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് വരുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ കംപ്ലീറ്റ് ബിൽഡിങ് സെല്ല് ചെയ്യുന്നില്ല എങ്കിൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ലോസ് വരണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു സെൽ ദ കംപ്ലീറ്റ് ബ്ലോക്ക് ഓഫ് അസറ്റ്. അപ്പോൾ നമുക്ക് കമ്പ്യൂട്ടേഷൻ അതിൻ്റെ സൊല്യൂഷൻ ഒന്ന് നോക്കാം. Okay, written down value on 1st April 2019
plus purchase price 6,25,000. 6,25,000 is the cost of acquisition. Sales proceeds 6 lakhs ആണ്. So 25,000 is the short term capital loss. ഇത്രയും ക്ലിയർ ആയല്ലോ. അപ്പം നമ്മൾ പറഞ്ഞത് ഇഫ് യു ആർ ചാർജിങ് ഡിപ്രിസിയേഷൻ ഓൺ റിട്ടേൺ ഡൗൺ വാല്യൂ ബേസിസ് ക്യാപിറ്റൽ ഗെയിൻ വിൽ ഡെഫിനറ്റ്ലി ബി ഷോർട്ട് ടേം. അത് ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് ആവണമെന്നുണ്ടെങ്കിൽ എൻറ്റയർ ബ്ലോക്ക് ഓഫ് അസെറ്റ് ദാറ്റ് യു ഹാവ് ടു സെൽ. ഓക്കെ, ഗെയിൻ ആവുക എപ്പോഴാണ്? ഇഫ് ദ നെറ്റ് കൺസിഡറേഷൻ ഈസ് മോർ ദാൻ ദാറ്റ് ഓഫ് ദ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എങ്ങനെയാണ് തീരുമാനിക്കുക എന്നുള്ളത് ഇപ്പോൾ നമ്മൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അവിടെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാവും. ഇനി എൻറ്റയർ ബ്ലോക്ക് നിങ്ങൾ സെല്ല് ചെയ്യുന്നില്ല എങ്കിൽ അവിടെ നിങ്ങൾ സെയിൽസ് കൺസിഡറേഷൻ ഇപ്പോൾ ഈ പറഞ്ഞ കേസിൽ വരുന്ന പോലെ സെയിൽസ് കൺസിഡറേഷൻ കുറവും കോസ്റ്റ് ഓഫ് അക്വിസിഷൻ കൂടുതലാണെങ്കിൽ അവിടെ ക്യാപിറ്റൽ ഗെയിനോ ക്യാപിറ്റൽ ലോസോ ഉണ്ടായിരിക്കില്ല. എൻറ്റയർ ബ്ലോക്ക് സെല്ല് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഈ പറഞ്ഞ സിറ്റുവേഷൻ വന്നാൽ സെയിൽസ് കൺസിഡറേഷൻ കുറവാണെങ്കിൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് വരിക. എനിവേ ക്വസ്റ്റ്യൻ കണ്ടാൽ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷനും ഇല്ല, വളരെ സിമ്പിളാണ്. കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെയും നമ്മൾ പഠിക്കാനുള്ളത്. മനസ്സിലായല്ലോ? അപ്പോൾ അതിൻ്റെ ടഫ് പ്രോബ്ലംസ് വേറെ ഉണ്ട്, ദാറ്റ് ഐ വിൽ പ്രൊവൈഡ് യു. എനിവേ യു ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ഹൗ ടു കമ്പ്യൂട്ട് ദി കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആൻഡ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ഓർ ലോസ് ഇൻ കേസ് ഓഫ് assets on which depreciation we charge on the basis of written down value method. Okay, that's all about it.